ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അതിനുള്ളിൽ കുറച്ച് ചെറിയ പടക്കങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അകത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് ഇപ്പോൾ അവരുടെ വാട്ടർ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിൽ ഇപ്പോൾ ഒരു ബോഡി കൂടി അവർ റിക്കവർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ബോഡി എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6 ആയിട്ടുണ്ട്. അതിൽ 5 മെഡിക്കൽ കോളേജുകളിൽ എത്തിയിട്ടുണ്ട്. ഓരോക്കെ കൊണ്ടുപോയിരിക്കുകയാണ് അവർ. മൊത്തം 23 പേരെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. നമ്മുടെ മെഡിക്കൽ ടീംസ് എല്ലാം അവിടെ സജ്ജമാണ്. പിന്നെ അഡീഷൻ പാലക്കാട് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഡീഷൻ എറണാകുളത്ത് ഒരു ടീമിനെ ബഫറിന് വെച്ചിട്ടുണ്ട്. നമുക്ക് നിലവിൽ മെഡിക്കൽ കോളേജിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാഷ്വാലിറ്റീസാണ് ഉള്ളത്. പ്രൈവറ്റ് ടീംസിനെ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഫയർഫോഴ്സ് അതുപോലെ ആംബുലൻസുകളെല്ലാം സജ്ജമാണ്. ഇവിടുന്ന് കണ്ടെത്തിയവരായിട്ടുള്ള ആളുകൾ മുഴുവൻ മെഡിക്കൽ കോളേജിലായിട്ടാണ് എല്ലാവരെയും അങ്ങോട്ട് തന്നെയാണ്. തുടർന്നുള്ള പരിശോധന എങ്ങനെയാണ്? ഡ്രോൺ പരിശോധന ഇപ്പോൾ നടന്നതായിട്ട് അറിയുന്നു. അത് രണ്ടും ഡ്രോൺ ഓൾറെഡി ഇവിടെ ഉണ്ട്. റോബോട്ടിൻ്റെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാഡം ഒരു അന്വേഷണം എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ സ്വഭാവം? SDM മജിസ്ട്രേറ്റ് എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും റൈറ്റ് ഫ്രം ദ ലൈസൻസ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. കാര്യങ്ങൾ നോക്കുമ്പോൾ ലൈസൻസ് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് തരുന്നതാണ്. പല സ്ഥലത്തും പരിശോധന നടത്തിയിരുന്നു. ഇവിടെ എത്തിയിരുന്നോ? നമ്മൾ മെയിനായിട്ട് സ്വരാജ് റൗണ്ടിലുള്ള ഫയർ ലൈൻ ബാക്കിയുള്ള കാര്യങ്ങളുടെയാണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ. ഇവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ പറഞ്ഞ വിവരം അനുസരിച്ച് 30-40 ഇടയ്ക്ക് ആളുകൾ ഉണ്ടായിരുന്നു. അപകട സമയത്ത് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അത് ഇവിടെ നിന്ന് ഒരു 6 പേരെന്തോ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കണക്ക് പ്രകാരമാണ് 30-40 ഇടയ്ക്ക് ആളുകളുണ്ട്. അങ്ങനെ ഒരു കാറ്റഗറി തിരിച്ചിട്ടുള്ള കണക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ 24-ാം തീയതിയാണ് സാമ്പിൾ എടുക്കട്ട് നടക്കേണ്ടിയിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്കുള്ളൊരു തീരുമാനം എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇനി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ എത്രയും പെട്ടെന്ന് കോർഡൺ ഓഫ് ചെയ്യുക, പബ്ലിക്കിനെ കൂടുതൽ, കാരണം അവിടെ ഇനി എന്തെങ്കിലും സ്ഫോടനം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട്, കാരണം ഇടയ്ക്ക് പടക്കങ്ങൾ പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ആളുകളെ കോർഡൺ ഓഫ് ചെയ്തിട്ട് നൈറ്റിലാണെങ്കിലും നമുക്ക് എല്ലാ ആളുകളെ അവിടെ നിന്ന് പുറത്തെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ. അറിയാവുന്നതുപോലെ എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അനുമാനം? ഇല്ല, എനിക്കതിനെ കുറിച്ച് ഇപ്പോൾ കമന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് മജിസ്ട്രേറ്റിൽ എൻക്വയറി ലൈസൻസ് അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റുണ്ടെന്ന് പറയുന്നു. എത്രത്തോളം ഗുരുതരമാണ്? ഒരാളാണ് അങ്ങനെ പറഞ്ഞത്. ചികിത്സയിലുള്ള ദുരന്തനിവാരണ അതോറിറ്റി സ്റ്റേറ്റിൽ നിന്ന് അറിയിക്കുന്നത് 8 മരണം എന്നുള്ളതാണ്. അത്തരം ഒരു കണക്ക് ജില്ലാ ഭരണകൂടത്തിന് കിട്ടിയിട്ടുണ്ടോ? അവിടെ കാരണം കുറച്ച് ബോഡി പാർട്സ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അവർ കറക്റ്റ് നമ്പർ കൺഫേം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ 5 എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ചികിത്സ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? മെഡിക്കൽ കോളേജിലാണ് നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞത് അവരിപ്പോൾ അതിന് ഫിറ്റാണ്, അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അത് കൂടാതെയാണ് പാലക്കാട് നിന്ന് എറണാകുളത്ത് നിന്ന് ഞാനിപ്പോൾ പറഞ്ഞ എക്സ്ട്രാ ടീം. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു കൺട്രോൾ റൂം കൂടി ഇപ്പോൾ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ തന്നെ തുറക്കുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ വരുന്നത് ഡീൽ ചെയ്യാൻ പറ്റും. രാത്രിയും രക്ഷാപ്രവർത്തനം തുടരാനുള്ള ക്രമീകരണം എങ്ങനെയാണ്? നമ്മൾ ലൈറ്റ്സ് ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത്. സ്ഥലത്തേക്ക് പോകാനുള്ളതാണ് ഏറ്റവും അത് നമ്മൾ കയറുന്ന ആളുകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് മാത്രമാണ് അതിൻ്റെ അകത്തേക്ക് ആളുകളെ കയറ്റുന്നത്. ഇപ്പോൾ ഈ ഡ്രോൺ വന്നു, ഇനിയിപ്പോൾ റോബോട്ട് പരിശോധനയ്ക്കായിട്ടുള്ള അത് എവിടുന്നാണ്, എങ്ങനെയാണ്? അത് ഫയർഫോഴ്സ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫയർഫോഴ്സ് എന്തായാലും പറമ്പിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ്, അല്ലേ? അതെ, അവർ ആ എൻഡിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോടും ഒരു സേഫ്റ്റി നോക്കിയിട്ട് മാത്രമാണ് ഫർദർ അകത്തേക്ക് എൻട്രി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.